ഹലോ, വെൽക്കം ടു റെട്രോ കാതികൻ. പ്രണയ സിനിമകൾക്ക് പ്രണയം എന്നുള്ളൊരു വിഷയമല്ലാതെ ആത്യന്തികമായിട്ട് മറ്റൊന്നും തന്നെ പറയാനില്ല. പല ഇൻഡസ്ട്രിയിലുള്ള പല ഫിലിം മേക്കേഴ്സും പല സിനിമാറ്റിക് വിവരണം നൽകി പല ഡയമെൻഷൻസിലും ഈ പ്രണയമൊക്കെ നമുക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ മലയാളത്തിൽ തന്നെ പത്മരാജൻ നൽകിയതുപോലല്ല ഫാസിൽ നൽകിയത്, രഞ്ജിത്ത് നൽകിയതുപോലല്ല രഘുനാഥ് പല്ലേരി നൽകിയത്, ശ്രീനിവാസനോ ലോഹിതദാസും നൽകിയതുപോലല്ല MT നൽകിയത്. ഒരുമിച്ചതും ഒത്തുചേരാതെ പോയവരും പരസ്പരം തിരിച്ചറിയാതെ പോയവരും എന്തിന് നേരിട്ട് കാണാൻ കഴിയാതെ പോയവരുമായിട്ടുള്ള ഒരുപാട് നായിക ഉദാഹരണങ്ങൾ ഈ പറഞ്ഞ സിനിമകളിലൊക്കെ ഉണ്ട്. ഇതിൽ ഏറ്റവും വേദനയുള്ളതാണ് തടസ്സങ്ങൾ നിവർത്തിക്കാൻ അനുവാദങ്ങൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ടായിട്ടും വിധി അവരെ ഒത്തുചേരാൻ അനുവദിക്കാതെ വേർപെട്ടു പോയ പ്രണയങ്ങൾ. അങ്ങനെ ഒരു ഉദാഹരണമുള്ള സിനിമയായിരുന്നു 2018 റിലീസായ തമിഴ് സിനിമ 96. റാമും ജാനകിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നുവെന്ന് നമ്മൾ പ്രേക്ഷകർക്കെല്ലാം അറിയാം. റാമിന് തൻ്റെ പ്രണയം ജാനകിയോട് പറയണമെന്ന ടെൻഷനും അത് കേൾക്കാനായി കുതിച്ച ജാനകി. ഗ്രോയിങ് സ്റ്റേജിലെ ഒരു ഘട്ടത്തിലും അവർക്ക് ഒരുമിക്കാൻ സാധിച്ചില്ല. സ്കൂൾ കാലഘട്ടത്തിൽ റാമിന് തൻ്റെ പ്രണയം പറയാനുള്ള ടെൻഷനും കുടുംബത്തിൻ്റെ പ്രാരാബ്ധവുമാണ് വില്ലനായതെങ്കിൽ ജാനകിയുടെ കോളേജ് ലൈഫ് സിറ്റുവേഷൻസ് ആണ് റാമിനെ പിന്തിരിപ്പിക്കേണ്ട ഘട്ടമെത്തിക്കുന്നത്. ജാനകിയുടെ കല്യാണ മുഹൂർത്തത്തിന് തൊട്ടു മുമ്പെങ്കിലും റാം വരുമെന്ന് ജാനകി പ്രതീക്ഷിച്ചിരുന്നു. മണ്ഡപത്തിൽ റാം വന്നു. അവളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ മുഹൂർത്ത സമയം കേൾക്കുന്ന നാദസ്വര ശബ്ദം മാഞ്ഞു കുറയുന്ന അകലത്തിൽ നിന്നും റാമും തിരികെ പോകുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ഗെറ്റ് ടുഗദറിന് വീണ്ടും അവർ കാണുകയാണ്. ദൈവികമായി ലഭിച്ച ആ അവസരം പാഴാക്കാതെ അവരുടെ കൂട്ടുകാരെ ഒഴിവാക്കാനുള്ള സന്ദർഭങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പഴയ ഓർമ്മകൾ പുതുക്കാനായി വീണ്ടും ജാനകിയും റാമും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. ആ സംസാരത്തിനിടയ്ക്ക് പറയാതെ പോയ പ്രണയത്തിന്റെ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നുമുണ്ട്. പിരിയാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ എയർപോർട്ടിൽ പോലും ജാനകിയെ ഒറ്റയ്ക്കാക്കാതെ റാം കൂടെ ഉണ്ടായിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പിരിഞ്ഞ സമയത്ത് ജാനകി അവനോട് യാത്ര പറഞ്ഞു പോയി കഴിഞ്ഞ ആ നിമിഷത്തിൽ ആ പാലത്തിൽ എങ്ങനെ നിന്നു അതേ നിൽപ്പിൽ തന്നെ ആ എയർപോർട്ടിലെ വെയിറ്റിംഗ് ഹബിൽ അവൻ നിന്നു. അവർ ഒരുമിച്ചുള്ള ആ നിമിഷങ്ങളിൽ റാം ഒറ്റപ്പെടാതിരിക്കാൻ ഇനിയുള്ള നല്ല ജീവിതത്തിന് അവളുടെ ഉപദേശങ്ങളും നിർബന്ധങ്ങളും അവൻ കണക്കിലെടുക്കില്ലെന്ന് ജാനകി മനസ്സിലാക്കിയിരുന്നു. ഒടുവിൽ ജാനകി അവശേഷിപ്പിച്ച് മറന്നുവെച്ചു പോയ അവളുടെ ആ വസ്ത്രവും തൻ്റെ പഴയ ഓർമ്മകൾ സൂക്ഷിക്കുന്ന മഷിക്കറ തെറിപ്പിച്ച യൂണിഫോമിനും പുസ്തകങ്ങൾക്കും ഒപ്പം ചേർത്ത് വെച്ചു അയാൾ. ഒറ്റപ്പെടലിന്റെ വേദനയെ ഓർമ്മപ്പെടുത്താത്ത ജാനകിയോടൊപ്പമുള്ള പുതിയ ഓർമ്മകളെ കൂട്ടുപിടിക്കുന്നു വീണ്ടും റാം. അങ്ങനെ 96 അവസാനിക്കുന്നു. നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും, ഞാൻ എന്തിനാണ് മലയാള സിനിമകളിലെ മേക്കേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ട് തമിഴ് സിനിമ 96നെ കുറിച്ച് പറയുന്നതെന്ന്. കാരണമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ക്യാരക്ടർ ആസ്പെക്ട്സിനെ ആധാരമാക്കി ഒരു മലയാള സിനിമ ഉണ്ടായിട്ടുണ്ട്. 2018 റിലീസായ 96ലെ റാമിനെയും ജാനകിയും പോലെ രണ്ട് പ്രണയിതാക്കൾ, കരുണാകരനും വിനോദിനിയും. 2001 MT എഴുതി കണ്ണൻ ഡയറക്റ്റ് ചെയ്ത സിനിമ തീർത്ഥാടനം. റിട്ടയർഡ് അധ്യാപകനായ കരുണാകരൻ മാഷിന് കത്ത് ലഭിക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യയായിരുന്ന വിനോദിനിയുടെ തീർത്ഥാടന യാത്രയ്ക്ക് മൂകാംബികയിൽ കുറച്ചു നാളത്തേക്ക് വിനോദിനി എത്തുന്നു എന്നതായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. വിനോദിനിയെ കാണാനുള്ള ആഗ്രഹത്തിൽ കരുണാകരൻ മാഷ് മൂകാംബികയിലെത്തുന്നു. അവരുടെ യങ് സ്റ്റേജിൽ ജാനകിയെപ്പോലെ തന്നെ പാട്ടുകാരിയായ വിനോദിനിയോടുള്ള ഇഷ്ടം ആ വിദ്യാലയത്തിൽ വെച്ച് മാഷിനുണ്ടാകുന്നു. അവരിരുവർക്കും അവരുടെ ബന്ധത്തെ പ്ലാറ്റോണിക്കെന്നോ ആത്മാർത്ഥമായ ജീവസുറ്റ പ്രണയമെന്ന് വിശദീകരിക്കാനോ പങ്കിടാനോ കഴിയാത്ത അവസ്ഥയായിരുന്നു കാണുന്ന നിമിഷത്തിലെല്ലാം. അതുകൊണ്ട് തന്നെ
അവസരോചിതമായ സന്ദർഭങ്ങളിലെല്ലാം വിധി അവർക്ക് അനുകൂലമായിരുന്നില്ല. അങ്ങനെ അവരിരുവർക്കും പിരിയേണ്ടി വന്നു. മൂകാംബികയിലെത്തുന്ന മാഷ് വിനോദിനിയെ കാണുന്നു. കുടജാദ്രിയിൽ പോകണമെന്ന ആഗ്രഹത്തിൽ അവർ അവിടെ നിന്നും യാത്ര ചെയ്യുകയാണ്. ദൈവികമായ പ്രണയത്തിന്റെ ആത്മനിർവൃതിക്ക് വേണ്ടിയുള്ള യാത്ര കൂടിയായിരുന്നു അത്. ഈ രണ്ട് ചിത്രങ്ങളുടെയും കഥകളുടെ ആരംഭവും ഉള്ളടക്കവും കഥ അവതരിപ്പിച്ച രീതിയും എന്തിന് ക്യാരക്ടർ ആസ്പെക്ട്സ് പോലും ഒന്നും വ്യത്യസ്തമായിരുന്നില്ല. ഈ രണ്ട് സിനിമകളിലെയും കഥാപാത്രങ്ങളുടെ പ്രണയം, ആ പ്രണയം ഡീറ്റെയിൽ ചെയ്ത് ഈ രണ്ട് കഥകളുടെയും ആദ്യ പകുതി, രണ്ടാം പകുതിയിൽ അവരൊരുമിച്ചുള്ള യാത്ര, രണ്ട് കഥാപാത്രങ്ങളും അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, പിന്നെ 96-ലും തീർത്ഥാടനത്തിലും കഥയുടെ രണ്ടാം പകുതിയിലാണ് അവർ തമ്മിൽ ഒത്തുചേരാൻ പറ്റാത്തതിൻ്റെ സാഹചര്യങ്ങൾ റിവീൽ ചെയ്യപ്പെടുന്നത്. ചുരുക്കം പറഞ്ഞാൽ 96 ഒരു മെട്രോ പിൽഗ്രിമേജ് ആണെങ്കിൽ തീർത്ഥാടനം ഒരു ഡിവൈൻ പ്ലാറ്റോണിക് പിൽഗ്രിമേജ് ആണ്. കാലത്തിന് മുന്നേ സഞ്ചരിച്ച മലയാള സിനിമയ്ക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ട് ബൈ റെട്രോ കാതിയൻ.